എന്ത് വിറാസത്താണ് നിങ്ങൾക്ക് ഇവിടെ അവകാശപ്പെടാനുള്ളത്? ഒരു വിഷയത്തിലും ഇല്ല കേട്ടോ. ഞാൻ നാളെ ചോദിച്ചില്ലേ, അള്ളാന്റെ ഖുർആനിൽ എത്ര സൂറത്തുണ്ട്? സൂറത്തു ഇബ്രാഹിം, സൂറത്തു മുഹമ്മദ്, അല്ലേ, സൂറത്തു മറിയം, സൂറത്തു ലുഖ്മാൻ. നിങ്ങൾ അനന്തരക്കാരാണെങ്കിൽ നിങ്ങളെ മൊയിലാരുടെ പേരിൽ എന്താ ഖുർആൻ വരാത്ത്? ഔലിയാക്കളെ പേരിലുണ്ടല്ലോ, അമ്പിയാക്കളെ പേരിൽ പള്ളികളുണ്ട്, സ്വഹാബത്തിന്റെ പേരിലുണ്ട്. അല്ല, ഈ കാട്ടുവളപ്പിൽ നോസാദിന് സംഭവം എന്താ പറ്റി? മാനസിക രോഗമായി മാറിക്കണം. ആലിമീങ്ങളെ തെറി പറഞ്ഞ് ചീത്ത പറഞ്ഞ് പരിഹസിച്ച് ചങ്ങായിക്ക് ശരിക്കും തലക്ക് വെടിവില്ലാന്ന് തോന്നുന്നത്. ആലിമീങ്ങൾ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് എന്ന് നമ്മുടെ ആലിമീങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ്, എന്ത് വിറാസത്ത് നിങ്ങൾക്കുള്ളത്? വിശുദ്ധ ഖുർആനിൽ നിങ്ങളുടെ പേരിൽ സൂറത്തുണ്ടോ? വിശുദ്ധ ഖുർആനിൽ പേരിൽ സൂറത്തുണ്ടെങ്കിൽ അവരെ അനന്തരാവകാശികളാവുള്ളൂ. എവിടുന്നാ ഇപ്പം നീച്ചു വരണേ? അങ്ങനെയാണെങ്കിൽ ഈ കോമാണ്ടി, ബീരാണ്ടി, സുലൈമാണ്ടി ഇവരൊന്നും ഇപ്പം എൻ്റെ ഭാഷയിൽ അനന്തരാവകാശികളല്ലേ? അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് കോമാണ്ടിയും ബീരാണ്ടി സുലൈമാണ്ടി എന്നാണല്ലോ കാട്ടുവളപ്പിൽ മൊയ്ന്തേജ് പറയലുള്ളത്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഖുർആനിൽ കണ്ടുക്കണോ സൂറത്ത് കോമാണ്ടി, അല്ലെങ്കിൽ സൂറത്ത് ബീരാണ്ടി, അല്ലെങ്കിൽ സൂറത്ത് സുലൈമാണ്ടി എന്നാരും കണ്ടുക്കണോ? അങ്ങനെ സൂറത്തില്ലാത്തത് കൊണ്ട് കാട്ടുവളപ്പിൽ മൊയ്ന്തിൻ്റെ അഭിപ്രായ പ്രകാരം ആരാകൂല്ല, അമ്പിയാക്കളുടെ അനന്തരാവകാശികളാകൂല്ല എന്ന് എവിടെ നിന്ന് പഠിച്ചതാണോ ചെയ്? ഏത് ചൈത്താനാണ് പറ്റിക്കണേ? ഖുർആനിൽ ഒരു സൂറത്തിൻ്റെ പേരുണ്ടെങ്കിൽ അവരെ ഉലമാ അനന്തരാവകാശികളാവുള്ളൂ. എവിടെ നിന്നാ പഠിച്ചേ?